ഇനി നമുക്ക് നോക്കാനുള്ളത് ന്യൂറോളജിക്കൽ സിസ്റ്റം ആണ്. ന്യൂറോളജിക്കൽ സിസ്റ്റം എന്നാൽ നമ്മുടെ ബോഡിയിലേക്ക് എന്തെങ്കിലും സെൻസറി സ്റ്റിമുലസ് വരുന്നു, അതനുസരിച്ചിട്ടുള്ള മോട്ടോർ റെസ്പോൺസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ കൺട്രോൾ ചെയ്യുന്നതും ബിഹേവിയർ കൺട്രോൾ ന്യൂറോളജിക്കൽ സിസ്റ്റമാണ്. ന്യൂറോളജിക്കൽ സിസ്റ്റത്തിൽ പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നതാണ് ബ്രെയിനും സ്പൈനൽ കോഡും. അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നതാണ് ന്യൂറോൺസ് ആൻഡ് ഗാംഗ്ലിയോൺസ്. ഇനി ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സെറിബ്രം ആണ്. സെറിബ്രം എന്നാൽ നമ്മുടെ ബ്രെയിനെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ ചേരുന്നതാണ് സെറിബ്രം. സെറിബ്രം നോക്കുകയാണെങ്കിൽ സെറിബ്രത്തിലേക്ക് ആയിരിക്കും സെൻസറി സ്റ്റിമുലസ് വരുന്നത്. സെൻസറി റെസ്പോൺസസ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിന്നാകും വരുന്നത്. റൈറ്റ് സൈഡിനെ കൺട്രോൾ ചെയ്യുന്നത് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആയിരിക്കും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിനെ കൺട്രോൾ ചെയ്യുന്നത് റൈറ്റ് ഹെമിസ്ഫിയർ ആയിരിക്കും. ഇത്രയുമാണ് സെറിബ്രത്തിലേക്ക് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് സെറിബ്രൽ കോർട്ടെക്സ് എന്താണെന്ന് നോക്കാം. ഇതിനെ നമ്മൾ 5 ലോബ്സ് ഉണ്ട് ഇതിന്. ആ ലോബ്സ് അതിൻ്റെ ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നായിട്ട് പറയാം. ഫ്രണ്ടൽ ലോബ് ഉണ്ട്, പെരിറ്റൽ ലോബ് ഉണ്ട്, ടെമ്പോറൽ ലോബ് ഉണ്ട്, ഓസ്റ്റിപിറ്റൽ ലോബ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ലിംഫോസൈറ്റ് ലോബ് ഉണ്ട്. ഇത്രയും ലോബ്സ് ആണ് ഉള്ളത്. ഫ്രണ്ടൽ ലോബ് നോക്കുകയാണെങ്കിൽ എന്താണ്, ബ്രോക്കാസ് ഏരിയ ഉണ്ട്. ഇത് സ്പീച്ചിനായിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ ഒരു പേഴ്സൻ്റെ ഇമോഷൻസ്, റീസണിങ്സ്, മോറൽസ്, കോൺസെൻട്രേഷൻ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇവിടെയാണ്. ഇനി പെരിറ്റൽ ലോബാണ് നോക്കുന്നത്. അതിൽ വരുന്നതാണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടേസ്റ്റ്, പെയിൻ, ടച്ച്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇതിനൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ് ഇത്. അതുപോലെ തന്നെ എന്താണ് സ്പേഷ്യൽ പെർസെപ്ഷൻ വരുന്നത് ഇവിടെയാണ്. ഇനി ടെമ്പോറൽ ലോബ് നോക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ ഓഡിറ്ററി സെൻറ്റർ ഉണ്ട്. ഓഡിറ്ററി സെൻറ്റർ ആണുള്ളത്. അതിൻ്റെ കൂടെയുള്ള ഏരിയയാണ് വെർണിക്സ് ഏരിയ. വെർണിക്സ് ഏരിയ നമ്മുടെ സെൻസറി സ്പീച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇനി നമുക്ക് എന്താണ് ലിംഫസൈറ്റ് നോക്കുകയാണെങ്കിൽ ലേണിംഗ് മെമ്മറി ഒക്കെ വാങ്ങുന്നത് ഇതിലാണ്. സെറിബ്രത്തിൻ്റെ കോൺഷ്യസ് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത് ഈ ലോബ്സ് ആണ്. ഇനി നമുക്ക് എന്താണ് ഡൈഫ്രൽ കാണുന്നത്. ഡൈഫ്രലിൽ എന്താണ് താലാസ്മസും ഉണ്ട്, അതുപോലെ തന്നെ ഹൈപ്പോ താലാമസും ഉണ്ട്. താലാസ്മസ് കോർട്ടെക്സിലേക്ക് സെൻസറി ഇമ്പൾസിനെ റിലേ ചെയ്യുന്നു. റെക്ടാങ്കുലർ ആക്ടിവിറ്റി സിസ്റ്റത്തിലേക്ക് പാർട്ടാണ് എന്ത്, തലാസ്മസ്. ഇനി ഹൈപ്പോ താലാമസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് നെർവ്സിൻ്റെ ഓട്ടോണമിക് റെസ്പോൺസ് കൺട്രോൾ ചെയ്യുന്നു. ഇതിൽ നമുക്ക് സ്ട്രെസ്, സ്ലീപ്പ്, ബോഡി ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഫ്ലൂയിഡ് ബാലൻസ്, ഇമോഷണൽസ് ഒക്കെയും ഇത് കൺട്രോൾ ചെയ്യുന്നു. പിന്നെ മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല ഒബ്ലാങ്കേറ്റ ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. മിഡ് ബ്രെയിൻ നോക്കുകയാണെങ്കിൽ മോട്ടോർ കോർഡിനേഷൻ്റെ റെസ്പോൺസിബിൾ ആണ്. പിന്നെ വിഷ്വൽ റെഫ്ലെക്സ്, ഓഡിറ്ററി റിലേ സെൻറ്റേഴ്സ് ഉള്ള ഏരിയയാണിത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പോൺസ്, അതായത് റെസ്പിറേറ്ററി സെൻറ്റർ കാണുന്നത് പോൺസിലാണ്. മെഡുല ഒബ്ലാങ്കേറ്റ നോക്കുകയാണെങ്കിൽ കാർഡിയാക്ക്, റെസ്പിറേറ്ററി, വൊമിറ്റിങ് ഇതിനെയെല്ലാം സെൻറ്റർ മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അതുകൊണ്ട് തന്നെ ദിസ് കൺട്രോൾ ഹേർട്ട് ബീറ്റ്, സോലോയിങ്, വൊമിറ്റിംഗ്, ബ്രീത്തിങ്, കഫിങ്. ഇനി നോക്കാനുള്ളത് സെറിബെല്ലമാണ്. നമ്മുടെ ബോഡിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെറിബെല്ലമാണ്. മസിൽസ് മൂവ്മെൻറ്റ്, അതുപോലെ മസിൽ സ്റ്റോൺ ഒക്കെയും കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലമാണ്. ഇനി സ്പൈനൽ കോഡ് നോക്കാം. നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡ് കവർ ചെയ്തിരിക്കുന്നത് മെനിഞ്ചസ് ആണ്. ലെയേഴ്സ് ഓഫ് മെനിഞ്ചസ് എന്താണെന്ന് നോക്കാം. ഡ്യൂറാ മാറ്റർ ഉണ്ട്, പിന്നെ ആർഡിനോയിഡ് മാറ്റർ ഉണ്ട്, അഡിനോയിഡ് ഫേസ് ഉണ്ട്, പയാ മാറ്റർ ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.